ആഞ്ഞു വലിച്ചോ അയ്യ, ആഞ്ഞു വലിച്ചോ അയ്യ, ആഞ്ഞു വലിച്ചോ അയ്യ, ആഞ്ഞു വലിച്ചോ അയ്യ, ആഞ്ഞു വലിച്ചോ അയ്യ. അത് കണ്ടോ, ആഞ്ഞു വലിച്ചോ അയ്യ. ആഹാ, ഈ മാജിക് മത്സ്യങ്ങളെ കാണാൻ എന്ത് ഭംഗിയാ. വന്ന് ജോലി ചെയ്യാൻ നോക്കേ, ഇല്ലെങ്കിൽ അപ്പൂപ്പൻ കണ്ടാൽ നമ്മളെ വഴക്ക് പറയും. ക്യാപ്റ്റൻ, നമ്മളിപ്പോ എവിടെയാണ് എത്തിയിരിക്കുന്നത്? എന്നാ ശരി മുത്തശ്ശ, ആഹാരം റെഡിയാണ്. താങ്ക് യു ചെട്ടി. നീ പൊയ്ക്കോ, ഞാൻ വന്നേക്കാം. ചേട്ടാ, പെട്ടെന്ന് ഈ കൊടുങ്കാറ്റ് എവിടുന്ന് വന്നത്? എന്താ പറ്റിയത്? ഇതെന്താ? എല്ലാരും ഡെക്കിന്റെ അടിയിൽ പോയി പതുങ്ങിയിരിക്കുക. വേഗം ചെല്ല. ബ്ലാക്ക് മെർമെയ്ഡ്സ്. അറിയുന്ന ശബ്ദം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതിന്റെ പിടിയിലായി പോകും നിങ്ങൾ. അവര് നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്ത് കളയും. ജയ് സിംഗ് ചൗഹാൻ ജി, വേഗം കാത് അടച്ചു പിടിക്കൂ. ബ്ലാക്ക് മെർമെയ്ഡ്സോ? എന്റെ അറിവിൽ ഞാൻ ഇതുവരെയായിട്ടും അങ്ങനെ ഒരു ക്രീച്ചറിനെ കുറിച്ച് കേട്ടിട്ടേ ഇല്ലല്ലോ. അവര് വലിയ സങ്കടത്തിലാണല്ലോ. തീർച്ചയായിട്ടും അവർക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അവരെ ഒന്ന് സഹായിച്ചാലോ? ജയ് സിംഗ് ജി, അവിടെ നിൽക്കൂ. ആ മെർമെയ്ഡ്സ് വളരെ അപകടം പിടിച്ചവരാണ്. എന്റെ പേര് ജയ്സിംഗ് എന്നാണ്. നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നിങ്ങൾക്ക് എന്ത് സഹായമാണ് വേണ്ടത്? ഇവനെ പിടിച്ചു കെട്ടി കുയിലിന്റെ അടുത്തേക്ക് കൊണ്ടു ചെല്ലണം. ദയവേത് മുത്തച്ഛനെ വിട്ടേക്ക്. സോറി ഗിസ, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്ത് പറ്റി ജോങ്ലി? ഞങ്ങൾ ഷിപ്പിലായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ബ്ലാക്ക് മെർമെയ്ഡിനെ കണ്ടത്. അവർ കരയുകയായിരുന്നു. മുത്തശ്ശനെ അവർ സഹായിക്കാൻ പോയതാ, പക്ഷെ അവർ കുടുങ്ങി. അവർ മുത്തശ്ശനെ കൊണ്ടുപോയിരിക്കുക. നമുക്ക് മുത്തശ്ശനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. താങ്ക് യു ജോങ്ലി. നിങ്ങൾ പാലസിൽ തന്നെ ഇരിക്കണം. ഞങ്ങൾ പോയിട്ട് വരാം. രുദ്ര, ഇവൻ ഇത്രയ്ക്ക് ധൃതി വെച്ചത് എങ്ങോട്ടാ പോകുന്നേ? അവിടെ നിക്ക, ഒന്ന് നിക്ക, ഞാൻ പറയുന്ന കേക്ക്. അതാണ് ഐലൻഡ്. ചങ്ങി പറഞ്ഞ ഡയറക്ഷൻ കറക്റ്റ് ആയിരുന്നു അല്ലേ? ചേട്ടാ, ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. നമ്മൾ എന്തിനാ ഇപ്പൊ ഐലാൻഡിൽ വന്നിരിക്കുന്നേ? പ്രിക്കോഷൻസ് ഫസ്റ്റ്. ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് ബ്ലൂടൂത്ത് വഴി കേൾക്കാൻ പറ്റും, പക്ഷെ പുറത്തുനിന്നുള്ള ശബ്ദം കേൾക്കില്ല. ഓക്കേ? ചേട്ടാ, ഇതെന്താ? ചേട്ടാ, ഇത് വലിയ പ്രശ്നമായല്ലോ. എനിക്കത് കണ്ടിട്ട് പേടി തോന്നുന്നു. പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. അതൊരു ചെറിയ റാബിറ്റ് ആണ്. ശരി, പറയുന്ന കേൾക്കൂ. ഞാനും രംഗിലെയും ഈ വഴിക്ക് പോവാം. നീയും മൈരയും ആ വഴിക്ക് പോണം. അവരെ കാണുമ്പോ കോണ്ടാക്ട് ചെയ്യണം. രംഗില അലർട്ട് ആയിട്ടിരിക്കണം. ആ മർമെയ്ഡ്സ് വളരെ ഇന്റലിജന്റ് ആണ്. ഈ ഐലൻഡിൽ ആരും കാണുന്നില്ലല്ലോ. ഇത് കണ്ട ആർക്കും പേടി തോന്നും.
വരുണിന്റെ മൈരയുടെ വോയിസ് ആണല്ലോ. നിങ്ങൾ വിഷമിക്കേണ്ട കുട്ടികളെ, ക്വീൻ കോറ നിങ്ങളെ നല്ലതുപോലെ നോക്കുന്നതായിരിക്കും. വരൂ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? വാ, നമുക്ക് അവരെ ഫോളോ ചെയ്യാം. അത് കണ്ടോ? അവരിതെവിടെ പോയി? ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. വേഗം തന്നെ അവരെ വിളിച്ചോണ്ട് വാ, ക്വീൻ കോറയുടെ അടുത്തേക്ക് പോവാം. ക്വീൻ കോറായോ? ഇവർക്കൊരു റാണി ഉണ്ടോ? ഇവര് തന്നെ ഇത്ര ഡേഞ്ചറസ് ആണെങ്കിൽ അപ്പോ ഇവരുടെ റാണി എത്ര വലിയ ഡേഞ്ചർ ആയിരിക്കും? അയ്യോ ചേടാ, ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. രുദ്ര, വേഗം എന്തെങ്കിലും ചെയ്യ. നിങ്ങളെ നന്നായിട്ട് വഴക്കിടുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായും ക്വീൻ കോറയുടെ സ്പെഷ്യൽ കളക്ഷൻ ആയിരിക്കും. കളക്ഷനോ? രുദ്ര, എന്തെങ്കിലും ചെയ്യ. ചേട്ടാ, ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. ഇവിടെ എവിടെയെങ്കിലും പതുങ്ങിയിരിക്കില്ല തന്നെ, എനിക്ക് വേറെ വഴിയില്ല. ഹലോ, ആ ബ്ലാക്ക് മെർമെയ്ഡ്സ് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ആരെയും അവർ വെറുതെ വിടാറില്ല. ഈ കാണുന്ന കേവിനകത്ത് അവർ പതുങ്ങിയിരിക്കുക. താങ്ക് യു, താങ്ക് യു. Ibaiska Unlimited Cotton Creator. ചേട്ടാ, ഈ കേവ് എന്താ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നേ? എന്റെ 20% മറന്നേക്കല്ലേ, അതെപ്പോഴും ഓർമ്മ വേണം. ഏത് 20%ന്റെ കാര്യം നീ പറയുന്നേ? ഞാൻ നിനക്ക് എന്തിനാ 20% തരേണ്ടത്? അതിപ്പോ ഞാൻ നിന്നോട് പറഞ്ഞതല്ല, ഞാൻ എന്റെ ബോസിനോട് പറയുകയായിരുന്നു. ഞാൻ ഇരയെ തേടി കണ്ടുപിടിച്ച് ബോസിന്റെ അടുത്ത് എത്തിക്കും. ഇരയുടെ 20% ബോസ് എനിക്ക് സമ്മാനമായിട്ട് തരാറുണ്ട്. ഇന്ന് നീയാണ് അദ്ദേഹത്തിന്റെ ഇര. നീ ഇപ്പൊ ഇരിക്കുന്ന സ്ഥലം ഒരു കേവല്ല, എന്റെ ബോസിന്റെ മൗത്താണ്.